എത്ര തവണ പോയാലും പുതുമ തോന്നുന്ന അല്ലെങ്കിൽ മടുക്കാത്തൊരു നഗരം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അത് ദുബായ് ആണെന്ന്. ന്യൂയോർക്കിലോ മുംബൈയിലോ അല്ലെങ്കിൽ നമ്മൾ സിഡ്നിയിലോ ഒക്കെ ചെല്ലുമ്പോൾ നമ്മൾ ഒരു തവണ പോയപ്പോൾ കണ്ട കാഴ്ചകൾ തന്നെയാണ് പിന്നെയും കാണുന്നത്. എന്നാൽ ദുബായ് ഓരോ തവണയും ചെല്ലുമ്പോൾ പുതിയ പുതിയ കാഴ്ചകൾ ഒരുക്കി നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ദുബായ് ഇൻസ്പയർ ചെയ്യുന്നൊരു നഗരമാണ്, നമ്മളെ പ്രചോദിപ്പിക്കുന്നൊരു നഗരം. ഒരു 30 കൊല്ലം മുമ്പത്തെ ദുബായ് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ നിന്ന് ഇന്നത്തെ ദുബായിലേക്കുള്ള ആ മാറ്റം, ആ വളർച്ച ഏതൊരു മനുഷ്യനെയും ഏതൊരു രാഷ്ട്രത്തെയും പ്രചോദിപ്പിക്കും. ഒരു ഭരണാധികാരിയെ സ്വപ്നം കാണാൻ പഠിപ്പിക്കും. ദുബായിൽ അത്ഭുതകരങ്ങളായ നിരവധി കാഴ്ചകളുണ്ട്. ഈ കാഴ്ചകളെല്ലാം വിശദമായി സഞ്ചാരത്തിൽ നമ്മൾ കാണിച്ചിരുന്നു പല എപ്പിസോഡുകളിലായി, ഏതാണ്ട് 20-22 എപ്പിസോഡുകളിലായി. എന്നാൽ ഒറ്റ എപ്പിസോഡിൽ ഈ കാഴ്ചകളെല്ലാം, പ്രധാനപ്പെട്ട കാഴ്ചകളെല്ലാം ചേർത്ത് അവതരിപ്പിക്കുന്ന പരിപാടിയാണ് സിറ്റി ടൂർ. അത് വിപുലമായ വിശദമായ ഒരു പരിപാടിയല്ല. ഒറ്റ എപ്പിസോഡിൽ അരമണിക്കൂറിൽ ദുബായിലെ സുപ്രധാനമായ കാഴ്ചകളെല്ലാം ഒരാൾക്ക് കാണാൻ പറ്റുന്ന ഒരു പരിപാടി. ദുബായിയുടെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളിലേക്ക് സിറ്റി ടൂറിലൂടെ സ്വാഗതം. മൂന്ന് പതിറ്റാണ്ട് മുൻപ് വെറും മരുഭൂമി, ഇന്നിവിടം ഒരു നഗരം. വെറും നഗരമല്ല, ഒരു ഇന്റർനാഷണൽ സിറ്റി. ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാലും മതിയാകില്ല, കാലങ്ങൾക്ക് മുന്നേ സഞ്ചരിക്കുന്ന ഒരു അത്യാധുനിക നഗരം. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ദുബായ്. ശാസ്ത്രീയമായും സാങ്കേതികമായും സാമൂഹികമായും മാനവരാശി കൈവരിക്കുന്ന നേട്ടങ്ങളുടെ എല്ലാം പ്രതിഫലനം ഈ നഗരത്തിൽ കാണാനാവും. ലോകത്തെ ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ എത്തുന്ന നഗരങ്ങളിൽ ഒന്നാണിത്. ഇസ്താംബൂളിനും ലണ്ടനും തൊട്ടുപിന്നിൽ 3-ാം സ്ഥാനത്ത്. സംസ്കാരവും സാങ്കേതിക വിദ്യയും മനോഹരമായി സമന്വയിപ്പിച്ചുകൊണ്ടാണ് ദുബായ് പടുത്തുയർത്തിയിട്ടുള്ളത്. വിശ്വാസങ്ങളും പാരമ്പര്യവും കാത്തുസൂക്ഷിക്കുന്നതിനൊപ്പം ലോകത്തിന്റെ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള വിശാലമായ സമീപനവും ഇവിടെ എത്തുമ്പോൾ നമുക്ക് അനുഭവിച്ചറിയാനാകും. ദുബായ് നഗരത്തിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ സിറ്റി ടൂർ. ഈ സിറ്റി ടൂറിൽ നാം കടന്നു ചെല്ലുന്നത് ദുബായ് നഗരത്തിലെ പ്രധാനപ്പെട്ടതും വേറിട്ടതുമായ 11 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ദുബായ് ക്രീക്കിൽ നിന്നും യാത്ര ആരംഭിക്കാം. അവിടെ നിന്ന് ദേറായിലെ ഗോൾഡ് സൂക്ക്, തുടർന്ന് ബർദുബായിലെ ഓൾഡ് സൂക്ക്, പിന്നെ ഡൗൺ ടൗണിലേക്ക്, തുടർന്ന് ബുർജ് ഖലീഫ, ബുർജ് അൽ അറബ്, അടുത്തത് ദുബായ് ഫ്രെയിം, തുടർന്ന് മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ, പിന്നെ ജുമൈറയിലെ മെദീനത്ത് സൂഖ്, തുടർന്ന് ദുബായ് ഗ്ലോബൽ വില്ലേജ്, അവസാനമായി ദുബായ് മിറക്കിൾ ഗാർഡൻ. ദുബായ് നഗരത്തിന്റെ ഉദയത്തിന് വഴിയൊരുക്കിയ ദുബായ് ക്രീക്കിൽ നിന്നും ആരംഭിക്കാം നമ്മുടെ ഇന്നത്തെ സിറ്റി ടൂർ. പേർഷ്യൻ ഉൾക്കടലിൽ നിന്നും കരയിലേക്ക് നീണ്ടുകിടക്കുന്ന ജലാശയമാണിത്. ആദ്യകാലത്ത് മുത്തും പവിഴവും ഈന്തപ്പഴവുമെല്ലാം കയറ്റിക്കൊണ്ടുപോകാനായി ഉരുക്കൾ വന്നടുത്തിരുന്നത് ഈ ക്രീക്കിന്റെ തീരത്താണ്. പിന്നീട് നഗരം വളരുകയും ചരക്കു ഗതാഗതം വർദ്ധിക്കുകയും ചെയ്തപ്പോൾ ക്രീക്ക് പടിപടിയായി വികസിപ്പിച്ചു. ഇന്ന് ഇരുവശത്തും ഉൾക്കടലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഈ ക്രീക്ക് സൃഷ്ടിച്ച ദ്വീപിലാണ് ദുബായ് ഡൗൺ ടൗൺ. അബ്ര എന്ന നാടൻ വള്ളത്തിൽ ക്രീക്കിലൂടെയുള്ള യാത്ര ദുബായിലെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ്. പങ്കായം ഉപയോഗിച്ച് തുഴഞ്ഞായിരുന്നു ഈ വള്ളങ്ങളുടെ സഞ്ചാരം. എന്നാൽ ഇപ്പോൾ എഞ്ചിനുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. അബ്രകൾ തന്നെയാണ് ദുബായ് ക്രീക്ക് മുറിച്ചു കടക്കാൻ സാധാരണ യാത്രക്കാർ ഉപയോഗിക്കുന്നതും. 20 പേരെ വരെ ഒരു സമയം കയറ്റും. വളരെ ലളിതമായി സജ്ജീകരിച്ച ഇരിപ്പിടങ്ങളിൽ ഇരുന്നാണ് യാത്ര. ആധുനിക ദുബായിയുടെയും പഴയ ദുബായിയുടെയും മനോഹര ദൃശ്യങ്ങൾ ദുബായ് ക്രീക്കിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാനാവും.
ഓൾഡ് ദുബായിയുടെ കാഴ്ചകളാണ് ഇതിൽ വ്യത്യസ്തം. അബ്രകൾ കൂടാതെ ദുബായ് ക്രീക്കിലൂടെ സഞ്ചരിക്കാൻ എയർ കണ്ടീഷൻ ചെയ്ത ലക്ഷറി ബോട്ടുകളും നമുക്ക് ലഭിക്കും. ഇനി നമുക്ക് ദുബായ് നഗരത്തിലെ ഒരു സൂക്ക് സന്ദർശിക്കാം. അറബ് മേഖലയുടെ വാണിജ്യ ചരിത്രത്തോളം പഴക്കമുണ്ട് ഈ സൂക്കുകൾക്ക്. സ്വർണ്ണാഭരണങ്ങൾക്ക് പേരുകേട്ട ദേറായിലെ ഗോൾഡ് സൂക്കിലാണ് നാം ഇപ്പോൾ. ഒരു ടൂറിസ്റ്റ് സെന്ററായി മാറിയ സ്വർണ്ണച്ചന്ത. ഗോൾഡ് സൂക്ക് മാത്രമല്ല, ദുബായ് നഗരത്തിലെ എല്ലാ സൂക്കുകളും ലോക പ്രസിദ്ധി ആർജിച്ചിട്ടുള്ള ഡെസ്റ്റിനേഷനുകളാണ്. മേൽക്കൂരയോട് കൂടിയ നടപ്പാതകളും ഇരുവശത്തുമായി നൂറുകണക്കിന് സ്വർണ്ണക്കടകളും കടകളിലെല്ലാമായി വ്യത്യസ്ത ഡിസൈനുകളിലുമുള്ള ലക്ഷക്കണക്കിന് സ്വർണ്ണാഭരണങ്ങളും. ഇതാണ് ഗോൾഡ് സൂക്ക്. ഈ തെരുവുകളിലൂടെ കാഴ്ചകൾ കണ്ടു നടക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും. ഇന്ത്യക്കാർക്ക് മാത്രമല്ല സ്വർണത്തോട് ആർത്തിയെന്ന്. ഏത് നാടായാലും സ്വർണത്തോടുള്ള കമ്പത്തിന് മാറ്റമൊന്നുമില്ല. ഇവിടെ നമ്മെ അമ്പരപ്പിക്കുന്ന മറ്റൊരു കാര്യം UAE ഭരണാധികാരികളുടെ ദീർഘവീക്ഷണമാണ്. ഒരു സ്വർണ്ണച്ചന്തയെ വിനോദസഞ്ചാര കേന്ദ്രമാക്കാൻ തോന്നിയ ബുദ്ധിവൈഭവം. ഗോൾഡ് സൂക്കിലെ ഓരോ കടയുടെയും മുമ്പിൽ അവരുടെ മികച്ച ഡിസൈനുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ടാകും. കിലോ കണക്കിന് സ്വർണം ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ആഭരണങ്ങൾ വരെ ഇതിലുണ്ട്. ഓരോ ആഭരണവും ഓരോ കലാസൃഷ്ടി തന്നെയാണ്. മ്യൂസിയത്തിൽ എന്ന പോലെ ഇതൊക്കെ കണ്ടു നടക്കാനാണ് ടൂറിസ്റ്റുകൾക്കും താല്പര്യം. വാങ്ങുന്നവർ വളരെ കുറവാണ്. സ്വർണത്തിന് പുറമെ പ്ലാറ്റിനം, വെള്ളി, വജ്രം എന്നിവ കൊണ്ടുള്ള ആഭരണങ്ങളും നമുക്ക് ഈ ഗോൾഡ് സൂക്കിൽ നിന്ന് ലഭിക്കും. ഇനി നമുക്ക് ബർ ദുബായ് മേഖലയിലെ ഓൾഡ് സൂക്ക് കൂടി സന്ദർശിക്കാം. ഇതിന് ഗ്രാൻഡ് സൂക്ക് എന്നും പേരുണ്ട്. നഗരത്തിലെ ആദ്യകാല സൂക്കുകളിൽ ഒന്നാണിത്. ദുബായ് നഗരത്തിന്റെ വളർച്ചയുടെ തുടക്കം കണ്ട ഒരിടം. ഗോൾഡ് സൂക്ക് പോലെ ഒരു പ്രത്യേക ഉൽപ്പന്നത്തിന് വേണ്ടി മാത്രമുള്ള ചന്തയല്ല ഇത്. എല്ലാത്തരം വസ്തുക്കളും ഓൾഡ് സൂക്കിൽ ലഭിക്കും. എങ്കിലും കൂടുതലും തുണിത്തരങ്ങൾ വിൽക്കുന്ന കടകളാണ്. സുഗന്ധവ്യഞ്ജനങ്ങൾ, മനോഹരമായി ഡിസൈൻ ചെയ്ത പാത്രങ്ങൾ, അത്തർ എന്നിവയൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങാനാകും. കാഴ്ചയിലും വ്യത്യസ്തമാണ് ഈ സൂക്ക്. പരമ്പരാഗത ശൈലിയിലാണ് ഇതിന്റെ രൂപകൽപ്പനയും. പ്രധാന തെരുവും ഇടത്തെരുവുകളും ഉൾപ്പെടുന്നതാണ് ഈ ഓൾഡ് സൂക്ക്. ഇടത്തെരുവുകളിലും കാണാം ധാരാളം കച്ചവട കേന്ദ്രങ്ങൾ. നാടൻ കരകൗശല ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകൾ ഉൾഭാഗത്താണുള്ളത്. ഇവിടെയും തിരക്കിന് കുറവൊന്നുമില്ല. നടപ്പാതകൾക്കെല്ലാം മേൽക്കൂരയുമുണ്ട്. അറബ് സൂക്കുകളിലെല്ലാം കാണാം ഈ വിധമുള്ള നടപ്പന്തൽ. തടിയിലാണ് ഇതിന്റെ നിർമ്മാണം. സാമ്പ്രദായിക ശൈലിയിലുള്ള രൂപകൽപ്പനയുമാണ്. എയർ കണ്ടീഷൻഡ് അല്ലെങ്കിലും കടുത്ത വേനലിൽ പോലും സൂക്കിനുള്ളിൽ വലിയ ചൂടൊന്നും ഉണ്ടാവില്ല. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതിനാൽ ഗോൾഡ് സൂക്കിൽ വില താരതമ്യേന കൂടുതലാണ്. നന്നായി വിലപേശി വേണം നമുക്ക് വാങ്ങാൻ. ഇനി നമുക്ക് പോകേണ്ടത് ഡൗൺ ടൗൺ ദുബായിലേക്കാണ്. ഒരു സ്വപ്ന ലോകമാണ് ഡൗൺ ടൗൺ ദുബായ്. കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഇമേജ് പോലെയോ ക്യാൻവാസിൽ പകർത്തിയ ഭാവന പോലെയോ തോന്നിപ്പിക്കുന്ന ഒന്ന്. നഗരാസൂത്രണത്തിന്റെ സാധ്യതകൾ ഇത്രയധികം പരീക്ഷിച്ചിട്ടുള്ള മറ്റൊരു സിറ്റി ഇല്ലെന്ന് തന്നെ വേണം പറയാൻ. ബുദ്ധിയും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് മനുഷ്യൻ എവിടെ എത്തിയിരിക്കുന്നുവെന്ന് ദുബായ് ഡൗൺ ടൗൺ നിങ്ങളെ ബോധ്യപ്പെടുത്തും. അതല്ലെങ്കിൽ മനുഷ്യൻ ഇതൊക്കെ സാധ്യമാണോ എന്ന ചോദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ആവർത്തിച്ച് ചോദിച്ചു പോകും. ഡൗൺ ടൗണിന്റെ ഓരോ കോണും അതീവ ശ്രദ്ധയോടെയാണ് ഇവിടെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പാതയോരത്ത് കൂടി നടക്കുമ്പോൾ ലാൻഡ്സ്കേപ്പ് ചെയ്ത ഒരു പാർക്കാണെന്നേ നമുക്ക് തോന്നും.
ബുർജ് ഖലീഫ അടക്കമുള്ള മാനം മുട്ടുന്ന മന്ദിരങ്ങളാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച. ആധുനിക ശൈലിയിലാണ് എല്ലാ മന്ദിരങ്ങളുടെയും നിർമ്മാണം. ഓരോ മന്ദിരത്തിനുമുണ്ട് തനത് രൂപഭാവങ്ങൾ. ദുബായ് ഫൗണ്ടനും ബുർജ് പാർക്കുമെല്ലാം ഉൾപ്പെടുന്ന ഡൗൺ ടൗൺ ലാൻഡ്സ്കേപ്പിംഗ് എത്ര കണ്ടാലും നമുക്ക് മതിവരില്ല. പകൽ അവസാനിച്ചിട്ട് ഇരുട്ടു പരക്കുന്നതോടെ നിങ്ങൾ മറ്റൊരു ലോകത്തെത്തിയതായി തോന്നും. ബിൽ ബോർഡുകളും മനോഹരമായി ലൈറ്റപ്പ് ചെയ്ത കെട്ടിടങ്ങളും പാതകളും പാർക്കുകളും എല്ലാം കൂടി സൃഷ്ടിക്കുന്ന ദൃശ്യങ്ങൾ യഥാർത്ഥമാണോ എന്ന് നമ്മൾ ഒരു നിമിഷം സംശയിച്ചു പോകും. ദുബായ് ഓപ്പറ ഹൗസ് ഡൗൺ ടൗണിലാണുള്ളത്. ലോക പ്രശസ്തരായ കലാകാരന്മാരുടെ പ്രകടനങ്ങൾ ഓപ്പറ ഹൗസിൽ പതിവായി നടക്കുന്നുണ്ട്. ദുബായ് മാളാണ് ഏറ്റവും അധികം ആളുകൾ എത്തുന്ന മറ്റൊരു ഡെസ്റ്റിനേഷൻ. ദുബായിൽ നൈറ്റ് ലൈഫ് ഏറ്റവും സജീവമായ ഇടം കൂടിയാണിത്. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഇനിയുള്ളത് ബുർജ് ഖലീഫ. അസാധ്യമെന്ന് കരുതുന്ന സ്വപ്നം കാണുകയും അവ സാധ്യമാക്കുകയും പരസ്പരം വെല്ലുവിളിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ ഒരു ലോകമുണ്ട്. ആ ലോകത്തിന് മുന്നിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് മുന്നോട്ട് വെച്ച വെല്ലുവിളിയായിരുന്നു ബുർജ് ഖലീഫ. ബുർജ് ഖലീഫയെ കടത്തിവെട്ടാൻ ഉയർന്നു വരുന്ന നിർമ്മിതികൾ ഇന്ന് പലയിടങ്ങളിലും ഉണ്ടാകും. എന്നാൽ ബുർജ് ഖലീഫ ആർക്കിടെക്ചർ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി എന്നും നിലനിൽക്കും. നിലവിൽ ദുബായിലെ ഏറ്റവും പ്രസിദ്ധമായ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് ബുർജ് ഖലീഫ. റെസിഡൻഷ്യൽ യൂണിറ്റുകളും കോർപ്പറേറ്റ് സ്യൂട്ടുകളും ഹോട്ടലും ഉൾപ്പെടുന്ന സമുച്ചയത്തിൽ പുറമേ നിന്നുള്ള വിനോദസഞ്ചാരികൾക്ക് ഒബ്സർവേഷൻ ഡെക്കുകളിൽ മാത്രമാണ് പ്രവേശനമുള്ളത്. 124, 125, 148 നിലകളിലായി ഒബ്സർവേറ്ററികൾ ഒരുക്കിയിരിക്കുന്നു. സെക്കൻഡിൽ 10 മീറ്റർ വേഗത്തിൽ പായുന്ന ലിഫ്റ്റ് നിമിഷ നേരം കൊണ്ട് നമ്മളെ മുകളിലെത്തിക്കും. 124, 125 നിലകളിലുള്ളത് അറ്റ് ദി ടോപ്പ് എന്നു പേരുള്ള ഒബ്സർവേഷൻ ഏരിയ. 125 നിലയിൽ ഓപ്പൺ എയർ പ്ലാറ്റ്ഫോമും ഉണ്ട്. ഇവിടെ നിന്നും ദൂരദർശിനികളിലൂടെ നമുക്ക് ചുറ്റുവട്ട കാഴ്ചകളൊക്കെ കാണാം. 148 നിലയിലെ നിരീക്ഷണ കേന്ദ്രം ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള അത്തരം സംവിധാനമാണ്. ഇവിടെ ടിക്കറ്റ് നിരക്കും ഉയർന്നതാണ്. 122 നിലയിൽ സന്ദർശകർക്ക് കാഴ്ചകൾ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാനായി ഒരു റെസ്റ്റോറന്റുമുണ്ട്. അടുത്തതായി നമ്മുടെ പട്ടികയിലുള്ളത് മറ്റൊരു മനോഹര മന്ദിരമാണ്. ഹോട്ടൽ ബുർജ് അൽ അറബ്. പേർഷ്യൻ ഉൾക്കടലിൽ ഉയർത്തിയെടുത്ത തിട്ടയിൽ പണികഴിപ്പിച്ചിട്ടുള്ള ആർക്കിടെക്ചർ വിസ്മയം. ഒരു പായ്ക്കപ്പലിന്റെ ആകൃതിയാണ് ഇതിനുള്ളത്. കരയിൽ നിന്നും കെട്ടിടത്തിന്റെ രൂപം കണ്ടു നിൽക്കുക തന്നെ വളരെ രസകരമാണ്. ഉൾക്കടലിന്റെ മനോഹരമായ പശ്ചാത്തലം കൂടിയാകുമ്പോൾ ഈ ദൃശ്യങ്ങൾ വാൾപേപ്പർ ചിത്രം പോലെയാകുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ മുറികളുള്ള ഹോട്ടലാണ് ബുർജ് അൽ അറബ്. അതിനാൽ താമസത്തിന് ചിലവേറും. സാധാരണക്കാരായ സഞ്ചാരികൾക്ക് താങ്ങാനാവുന്ന വിസിറ്റിംഗ് പാക്കേജുകൾ തിരഞ്ഞെടുത്ത് നമുക്ക് ഹോട്ടൽ സന്ദർശിക്കാം. റെസ്റ്റോറന്റുകളിൽ ഭക്ഷണം കഴിക്കാനും ഒബ്സർവേഷൻ ഡെക്കിൽ പ്രവേശിക്കാനുമുള്ള അവസരവും ഈ പാക്കേജുകളിലുണ്ട്. അതായത് ഹോട്ടലിൽ ഒരു ലഘു സന്ദർശനവും നടത്താം, രുചികരമായ വിഭവങ്ങളും ആസ്വദിക്കാം. വ്യത്യസ്ത റെസ്റ്റോറന്റുകളിൽ വ്യത്യസ്തമായ വിഭവങ്ങൾ വിളമ്പുന്നു. ഒബ്സർവേറ്ററി 25 നിലയിലാണ്. ഉൾക്കടലിന്റെയും ദുബായ് നഗരത്തിന്റെയും അതിമനോഹരമായ പനോരമിക് ദൃശ്യങ്ങൾ നമുക്ക് ഇവിടെ നിന്നും ആസ്വദിക്കാം. ഇതുകൂടാതെ ഗൈഡഡ് ടൂറുകളും ബുർജ് അൽ അറബിലുണ്ട്.
ഈ മന്ദിരത്തിന്റെ നിർമ്മാണം, ലഭ്യമാക്കുന്ന സൗകര്യങ്ങൾ ഇവയൊക്കെ ഗൈഡ് വിശദീകരിച്ചു തരും. അതോടൊപ്പം സ്യൂട്ട് റൂമുകളും നമുക്ക് കാണാം. അടുത്തതായി നമുക്ക് ദുബായ് ഫ്രെയിമിന്റെ കാഴ്ചകളിലേക്ക് പോകാം. ദുബായിയുടെ പഴയ നഗരഭാഗത്തെയും പുതിയ ഡൗൺ ടൗൺ മേഖലയെയും സാങ്കല്പികമായി വേർതിരിക്കുന്ന നിർമ്മിതിയാണിത്. സ്ഥാനം നഗരത്തിന്റെ ഏതാണ്ട് മധ്യത്തിലായി തന്നെ വരും. കൃത്യമായി പറഞ്ഞ സബീൽ പാർക്കിൽ. ഒരു ഫോട്ടോ ഫ്രെയിം പോലെയാണ് ദുബായ് ഫ്രെയിമിന്റെ ഡിസൈൻ. ഉയരം 150 മീറ്റർ, വീതി 95 മീറ്റർ. ഗ്ലാസ്, സ്റ്റീൽ എന്നിവയാണ് പ്രധാന അസംസ്കൃത വസ്തുക്കൾ. ലോകത്തിലെ ഏറ്റവും വലിയ പിക്ചർ ഫ്രെയിം എന്ന പ്രത്യേകതയും ദുബായ് ഫ്രെയിമിനുണ്ട്. ഇതിലൂടെ പുതിയ നഗരഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഓൾഡ് ദുബായ് ഒരു ചിത്രം പോലെ നമുക്ക് കാണാം. അതുപോലെ എതിർവശത്തു നിന്ന് നോക്കുമ്പോൾ പുതിയ നഗരഭാഗങ്ങളും കാണാം. നഗരത്തിന്റെ ചരിത്രം വിവരിക്കുന്ന ഒരു മ്യൂസിയം ഈ ദുബായ് ഫ്രെയിമിലുണ്ട്. വിഷ്വൽ എഫക്ട്സിന്റെ സാധ്യതകൾ സമർത്ഥമായി ഉപയോഗിച്ച് പഴയ നഗരത്തിലെ ദൈനംദിന ജീവിത കാഴ്ചകൾ ഇവിടെ പുനഃസൃഷ്ടിച്ചിരിക്കുന്ന കാഴ്ച നമ്മളെ വിസ്മയപ്പെടുത്തും. ദുബായ് ഫ്രെയിമിന്റെ മുകളിൽ ഒബ്സർവേഷൻ ഡെക്കാണുള്ളത്. ഇവിടെ നിന്നും ഗ്ലാസ് ജാലകങ്ങളിലൂടെ ചുറ്റുവട്ട കാഴ്ചകൾ നമുക്ക് കാണാനാകും. താഴെയുള്ള ദൃശ്യങ്ങൾ കാണാൻ കഴിയും വിധം പ്ലാറ്റ്ഫോമിലും ഗ്ലാസ് നൽകിയിട്ടുണ്ട്. കോഫി ഷോപ്പ്, സുവനീർ ഷോപ്പ് എന്നിവയും ഒബ്സർവേറ്ററിയുടെ ഭാഗമായി ഇവിടെ പ്രവർത്തിക്കുന്നു. സാങ്കേതിക വിദ്യ കൊണ്ട് അമ്പരപ്പിക്കുന്ന ദുബായ് നഗരത്തിലെ മറ്റൊരു ടെക് കാഴ്ചയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ. അസാധാരണമായ രൂപമാണ് ഈ മ്യൂസിയം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്. വക്കുകളില്ലാത്ത, കണ്ണിനോട് സാമ്യം തോന്നുന്ന ഡിസൈൻ. ആദ്യ കാഴ്ചയിൽ തന്നെ ഈ മ്യൂസിയം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. പുറത്ത് അറബിക് ലിപിയിൽ ആലേഖനം ചെയ്തിട്ടുള്ളത് ഭാവിയെ പറ്റിയുള്ള UAE ഭരണാധികാരിയുടെ ഉദ്ധരണികളാണ്. ഭാവിയുടെ മ്യൂസിയം എന്ന പേരിനുമപ്പുറം ഈ പ്രദർശന കേന്ദ്രം ഭാവി മ്യൂസിയങ്ങൾക്ക് ഒരു മാതൃകയും കൂടിയാകുന്നുണ്ട്. പല ചാപ്റ്ററുകളിലായി തിരിച്ച് പ്രദർശനം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ചാപ്റ്റർ 1 ബഹിരാകാശമാണ് വിഷയം. ഇവിടെ ഒരു സ്പേസ് ഷട്ടിൽ സിമുലേറ്റർ നമ്മെ ബഹിരാകാശത്തിന്റെ കാഴ്ചകളിലേക്ക് കൊണ്ടുപോകും. വശങ്ങളിലെ ഡിജിറ്റൽ ഡിസ്പ്ലേകൾ വഴി ജാലകത്തിലൂടെ എന്ന പോലെ ബഹിരാകാശത്തിലെ കാഴ്ചകൾ കാണാം. ഒരുപക്ഷെ ഇത്രയും ലളിതമായിട്ടായിരിക്കും ഭാവിയിലെ സ്പേസ് ടൂറിസവും. 2ാം ചാപ്റ്ററിൽ ഭൂമിയാണ് വിഷയം. ഭാവിയിൽ ഭൂമി ഉണ്ടാകുമോ എന്ന വിഷയം തന്നെയാണ് ഇവിടെയും ചർച്ച ചെയ്യുന്നത്. അടുത്ത ചാപ്റ്റർ നമ്മെ കുരുക്കിയിടുന്ന ടെക്നോളജിയുടെ ലോകത്ത് നിന്നുള്ള മോചനമാണ്. ഇവിടെ ശാന്തമായ അന്തരീക്ഷത്തിൽ ഏകാഗ്രതയോടെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അറിയാനാകും. ചാപ്റ്റർ 4 ഫ്യൂച്ചർ ഗാഡ്ജറ്റുകളുടെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ലോകമാണ്. അതോടൊപ്പം ഒരു ഓപ്പൺ എയർ ഒബ്സർവേറ്ററിയും നമുക്ക് കാണാം. 5ാം ചാപ്റ്റർ ഭാവിയുടെ വാഗ്ദാനമായ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. ഒരേ സമയം അറിവും ആനന്ദവും പകർന്നു നൽകുന്ന ഒരു അനുഭവമാണ് അവിടെ. ഇനി നമുക്ക് ദുബായിലെ മറ്റൊരു സൂക്ക് കൂടി സന്ദർശിക്കാം. സൂക്ക് മദീനത്ത് ജുമൈറ. പാരമ്പര്യ തനിമയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ആധുനിക മാളാണിത്. പുറം കാഴ്ചയിൽ ശരിക്കും ഇതൊരു ഹെറിറ്റേജ് സെന്റർ ആണെന്നേ തോന്നുന്നു. അറബ് ശൈലിയിലാണ് ഇതിന്റെ രൂപകൽപ്പന. ഉൾഭാഗം സൃഷ്ടിച്ചിരിക്കുന്നത് പരമ്പരാഗത സൂക്ക് മാതൃകയിലുമാണ്. തടിയിൽ തീർത്ത നടപ്പന്തൽ, തെരുവുകളും വശങ്ങളിൽ കച്ചവട സ്ഥാപനങ്ങളും ജാലകങ്ങളുടെ സജ്ജീകരണവും അലങ്കാരങ്ങളുമെല്ലാം മറ്റേതൊരു സൂക്കിനെയും പോലെ തന്നെയാണ്. ഷോപ്പിംഗ് പോലും അറബ് പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ വേറിട്ട ഒരു അനുഭവമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മാർക്കറ്റ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഉൽപ്പന്നങ്ങളിൽ ഭൂരിഭാഗവും അറബ് മേഖലകളിൽ നിന്നുള്ളവയാണ്.
തുണിത്തരങ്ങൾ, കരകൗശല വസ്തുക്കൾ, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടും. അറബ് പേർഷ്യൻ സംസ്കാരങ്ങളുടെ ഭാഗമായ പരവതാനികൾ നമുക്ക് എടുത്തു പറയേണ്ട ഒന്നാണ്. മാളിലെ ഓപ്പൺ എയർ ഭാഗങ്ങൾ ഉദ്യാനം എന്ന പോലെ ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുകയാണ്. പുൽത്തകിടിയും കനാലും പാലങ്ങളും നടപ്പാതയും എല്ലാം ഉൾപ്പെടുന്ന ഭാഗം. നമുക്കിവിടുത്തെ റെസ്റ്റോറന്റുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും വിശ്രമിക്കുകയും ചെയ്യാം. ഹോട്ടലുകൾ, കോൺഫറൻസ് കേന്ദ്രങ്ങൾ, ഓഡിറ്റോറിയങ്ങൾ, തിയേറ്ററുകൾ ഇതൊക്കെയും മാളിന്റെ ഭാഗമായിട്ടുണ്ട്. വിന്റർ സീസണിലാണ് നിങ്ങൾ ദുബായിൽ എത്തുന്നതെങ്കിൽ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു ഡെസ്റ്റിനേഷനിലേക്കാണ് ഇനി. ദുബായ് ഗ്ലോബൽ വില്ലേജ്. തണുപ്പ് കാലത്ത് 5 മാസത്തോളം തുറക്കുന്ന ഷോപ്പിംഗ് കേന്ദ്രമാണിത്. ദുബായിലെ സൂക്കുകൾ പോലെയോ മാളുകൾ പോലെയോ അല്ല ഗ്ലോബൽ വില്ലേജിന്റെ സംവിധാനം. ഒരു വേൾഡ് ട്രേഡ് ഫെയർ ആണിതെന്ന് ഒറ്റ വാക്കിൽ പറയാം. ലോകമെമ്പാടും നിന്നുള്ള 90 രാജ്യങ്ങൾ ദുബായ് ഗ്ലോബൽ വില്ലേജിൽ പ്രാതിനിധ്യം അറിയിക്കുന്നുണ്ട്. പവലിയനുകളായി തിരിച്ച് സ്റ്റാളുകൾ സ്ഥാപിച്ചാണ് വിൽപ്പന. രാജ്യങ്ങൾക്ക് ഓരോ മേഖല തിരിച്ച് പവലിയൻ അനുവദിച്ചിരിക്കുന്നു. ഓരോ പവലിയനുമുള്ളിലെ സ്റ്റാളുകളും അതത് രാജ്യങ്ങളുടെ സാംസ്കാരിക പാരമ്പര്യം അവതരിപ്പിക്കുന്ന തരത്തിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം ലൈറ്റിംഗിലൂടെ മനോഹരമാക്കുകയും ചെയ്തിരിക്കുന്നു. ഓരോ രാജ്യത്തിന്റെയും പാരമ്പര്യത്തിന്റെ ഭാഗമായ കരകൗശല ഉൽപ്പന്നങ്ങൾ, വസ്ത്രങ്ങൾ, ഭക്ഷ്യവിഭവങ്ങൾ എന്നിവയൊക്കെ സ്റ്റാളുകളിൽ ഒരുക്കിയിട്ടുണ്ട്. വൈകുന്നേരമാണ് വില്ലേജിന്റെ പ്രവർത്തനം ആരംഭിക്കുക. രാത്രി വൈകുവോളം തുറന്നിരിക്കുകയും ചെയ്യും. വൈദ്യുത വിളക്കുകളുടെ പ്രകാശത്തിൽ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് എന്ന പോലെ മനോഹരമാണ് ഇവിടം. ഷോപ്പിംഗ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏറ്റവും ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്നും നമുക്ക് വാങ്ങാം. അതല്ലെങ്കിൽ കാഴ്ചകൾ കണ്ട് നടക്കുകയുമാവാം. ഇടയ്ക്കിടെ ലഘുഭക്ഷണം വിളമ്പുന്ന കിയോസ്കുകളും വിശ്രമ കേന്ദ്രങ്ങളുമുണ്ട്. ഒരു കൃത്രിമ തടാകത്തിൽ സജ്ജീകരിച്ചിട്ടുള്ള തായ് ഫുഡ് കോർണർ വ്യത്യസ്തമായ കാഴ്ച തന്നെയാണ്. ഗ്ലോബൽ വില്ലേജ് പൂർണ്ണമായും കണ്ടു തീർക്കാൻ 4 ദിവസമെങ്കിലും വേണ്ടിവരും. നല്ല ജനത്തിരക്കുള്ളപ്പോഴും ഏറ്റവും വൃത്തിയോടെയും അച്ചടക്കത്തോടെയും സൂക്ഷിക്കുന്ന ദുബായ് ഗ്ലോബൽ വില്ലേജ് ഏതൊരാളെയും അത്ഭുതപ്പെടുത്തുമെന്നത് തീർച്ചയാണ്. അവസാനമായി നമുക്കിനി പോകേണ്ടത് ലോകത്തിലെ ഏറ്റവും വലിയ പൂന്തോട്ടത്തിലേക്കാണ്. ദുബായ് മിറക്കിൾ ഗാർഡൻ. ചെടികൾ നട്ടുപിടിപ്പിച്ച് ഫ്ലവർ ബെഡുകൾ ഒരുക്കിയിട്ടുള്ള ഗാർഡൻ പ്രതീക്ഷിച്ചാണ് ഇവിടേക്ക് വരുന്നതെങ്കിൽ തെറ്റി. നിങ്ങൾ കണ്ടു പരിചയിച്ച ശൈലികളൊന്നും മിറക്കിൾ ഗാർഡനിൽ ഉണ്ടാവില്ല. പകരം പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ച് മനോഹരമായ സ്ട്രക്ചറുകൾ ഒരുക്കിയിരിക്കുകയാണ് ഇവിടെ. അതും ഇപ്പോൾ വലിയ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന വെർട്ടിക്കൽ ഗാർഡൻ ശൈലിയിൽ. ഏകദേശം 25 കോടി ചെടികൾ മിറക്കിൾ ഗാർഡനിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെന്നാണ് കണക്ക്. ഓരോ രൂപവും ചേരുന്ന തരത്തിൽ നിറങ്ങളുള്ള പൂക്കൾ അടുക്കി തയ്യാറാക്കിയിരിക്കുന്നു. എമിറേറ്റ്സ് കമ്പനിയുടെ വിമാനത്തിന്റെ മോഡലാണ് ഇതിൽ ഏറ്റവും വലുത്. ഗിന്നസ് ബുക്കിലും ഈ ഫ്ലോറൽ ഇൻസ്റ്റലേഷൻ ഇടം നേടിയിട്ടുണ്ട്. കൂടാതെ പലതരം ഫ്ലോറൽ സ്ട്രക്ചറുകൾക്കുള്ള റെക്കോർഡുകളും ഈ ഗാർഡനിൽ ലഭിച്ചിട്ടുണ്ട്. പൂക്കളും ഇൻസ്റ്റലേഷനുകളും കണ്ടുകൊണ്ട് ഗാർഡനിലൂടെ സാവധാനം നടക്കാം. ക്ഷീണിക്കുമ്പോൾ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച കുടിലുകളിൽ ഇരുന്ന്
വിശ്രമിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യാം. അതിമനോഹരമായ ഫ്രെയിമുകൾ ക്യാമറയിൽ പകർത്തുക എന്നത് സഞ്ചാരികൾ അത്യധികം താല്പര്യത്തോടെ ചെയ്യുന്ന ആക്ടിവിറ്റിയാണ്. നവംബർ മുതൽ മെയ് വരെയുള്ള വിന്റർ സീസണിലാണ് മിറക്കിൾ ഗാർഡൻ തുറക്കുന്നത്. മറ്റു മാസങ്ങളിൽ പൂക്കൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിലാവും ഗാർഡനിലെ തൊഴിലാളികൾ. ഓരോ സീസണിലും തീമിൽ മാറ്റം വരും. അതിനാൽ ഒരു സീസണിൽ കണ്ട രൂപമായിരിക്കില്ല അടുത്ത സീസണിൽ വരുമ്പോൾ. ദുബായിലെ 11 ഡെസ്റ്റിനേഷനുകളിലൂടെയാണ് ഇന്നത്തെ സിറ്റി ടൂറിൽ നാം കടന്നുപോയത്. എന്നാൽ ഈ നഗരത്തിൽ ഇനിയും എത്രയോ കാഴ്ചകൾ കാണാനുണ്ട്. ഓരോ നിമിഷവും ദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന നഗരമാണ് ദുബായ്. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ആധുനികതയിൽ നിന്നും ആധുനികതയിലേക്ക് കുതിക്കുന്നൊരു നഗരം. എന്നാൽ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും ഇവർ മറക്കുന്നുമില്ല. ഒരു വശത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന കെട്ടിടങ്ങൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇടുങ്ങിയ വഴികളും ഒറ്റനില മന്ദിരങ്ങളും എല്ലാം ഉൾപ്പെടുന്ന ഓൾഡ് ദുബായിയെ തനതു രൂപത്തിൽ തന്നെ ഇവർ സംരക്ഷിച്ചിരിക്കുന്നു. ഇതെല്ലാം സാധ്യമായതോ അസാധാരണമായ ദീർഘവീക്ഷണവും ബുദ്ധിശക്തിയും അധ്വാനവും കൊണ്ട് മാത്രവും. ദുബായ് നഗരം കണ്ടു തീർക്കാനാവില്ല എന്ന് തന്നെ പറയാം. കാരണം ഓരോ വരവിലും പുതിയ പുതിയ കാഴ്ചകൾ ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും.